ഈ വീഡിയോയിൽ നമുക്കൊരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, അരിഞ്ഞെടുത്ത ഇഞ്ചി ആട്ടിയത്, പിന്നെ കരിവേപ്പിലകൾ, വെളുത്തുള്ളി, പിന്നെ അരിഞ്ഞെടുത്ത സവാള, ഇതുപോലത്തെ സവാളയും, അതുപോലെ തന്നെ നമുക്ക് തേങ്ങാപ്പാലും, ഒന്നാം തേങ്ങാപ്പാലും വേണം, രണ്ടാം തേങ്ങാപ്പാലും വേണം. സോ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തതായി നമുക്ക് വേണ്ടത്. സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കടുക് ഇടുന്നു. കടുകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഞ്ചി അതിലേക്ക് ഇടണം. കടുക് മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഞ്ചി ഇടും. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇനി അതിന് ശരിക്കും ഇളക്കണം. ഇനി ഇതാ നമ്മൾ വെളുത്തുള്ളി ഇടുന്നുണ്ട്. അടുത്തതായി നമ്മൾ കരിവേപ്പിലയാണ് ഇടുന്നത്. കരിവേപ്പില ഇട്ടപ്പോഴത്തേക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സവാളയാണ് ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് ശരിക്കും വഴറ്റണം. അപ്പോൾ ഗൈസ്, അടുത്തതായി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ, സോറി ഗൈസ്, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്ക് ആദ്യം തൊട്ട് പറയാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. അപ്പം നമ്മളിത് ഇതിട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കുവാണ്. ഇപ്പോൾ നമ്മൾ രണ്ടാം പാല് വഴറ്റിയ ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ചു വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ ശരിക്കും ഇളക്കിയതിന് ശേഷം മുട്ടയിട്ട് നമ്മുടെ കറി സെറ്റായി സെർവ് ചെയ്യുക. ഒന്നാം പാൽ ഇതാ ഒഴിച്ചു. മുട്ടയിട്ടു. തിളപ്പിക്കുന്നു. ഗൈസ്, അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയായാലും നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഹാപ്പി ഓണം.